അങ്ങനെയൊന്നുമല്ല. നിങ്ങളതിനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിൽ ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യം സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടും ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഞാൻ പറയട്ടെ, ഞാനൊന്ന് വിശദീകരിക്കട്ടെ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ പ്രതികരിച്ചത് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ PM ശ്രീ വിഷയത്തെ പൊളിറ്റിക്കലി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല, അതൊരു ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയാണ്, RSSൻ്റെ രാഷ്ട്രീയ പദ്ധതിയാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ഇപ്പോൾ പിന്മാറിയത്. അപ്പോൾ അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ രാഷ്ട്രീയമായി എതിർക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ PM ശ്രീയുടെ ഭാഗമാണ്. അവർ ഇത്രയെത്ര രൂപ, 10,000 കോടി രൂപ ഓരോ സ്റ്റേറ്റും വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇനി കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട്, സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ട്, ആ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ MPമാർ പ്രവർത്തിക്കും. അതവരുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അതിന് പാലമായി എന്നാണ് ഇപ്പോൾ ആരോപണം. കേരളത്തിൽ നിന്ന് പോകുന്ന MP കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ പാലമാവുകയാണ് വേണ്ടത്, പാരയാവുകയല്ല വേണ്ടത്. കോൺഗ്രസിൻ്റെ എംപിമാർ പാരയാകുന്നു. കേരളത്തിൽ നിന്നുള്ള MPമാർ കേരളത്തിന് വിവിധ വകുപ്പുകളിൽ ലഭിക്കേണ്ട പണം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമാകും, പാരയാവുകയല്ല വേണ്ടത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന MPമാരുടെ കോൺഫറൻസിൽ കേരളത്തിന് വിവിധ വകുപ്പുകളിൽ ലഭിക്കേണ്ട പണത്തെ സംബന്ധിച്ച് കേന്ദ്രം രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായി തടഞ്ഞു വച്ചിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ചയുണ്ടാകും. എന്നിട്ട് അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ MPമാരോടും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് നേടിയെടുക്കുന്നതിന് കേരളത്തോട് സഹകരിക്കണം, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. അത്തരം സമ്മർദ്ദങ്ങൾ ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജ്യസഭാംഗം ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സംഘപരിവാർ അജണ്ട മുഖ്യ ഘടകമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിക്ക് പാലമാകുന്നത് ഏത് തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനമാണ്? അല്ലല്ലോ, നിങ്ങൾ കാണേണ്ടത് PM ശ്രീയുമിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ഇടനിലക്കാരനായി ശ്രീ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഈ പാർലമെന്റിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഇപ്പോൾ ഒരു MPക്ക് സമയം കിട്ടോ? പാർലമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു, ആ ഉത്തരത്തിനിടയിൽ ബ്രിട്ടാസിന് വിശദീകരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ക്വസ്റ്റ്യൻ ആൻസറിൽ കിട്ടുന്ന സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ്റെ പരിമിതമായ സമയമല്ലേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ വിശദമാക്കി പറഞ്ഞു. പോണ്ട, നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ തന്നെ വിശദീകരണത്തിലേക്ക് പോയാൽ മതി. ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും അരുതാത്ത കാര്യം ബ്രിട്ടാസ് ചെയ്തു എന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ എന്താ അരുതാത്ത കാര്യമാണത്? എന്ത് മീഡിയേറ്റ് ചെയ്തു? അല്ല, എന്ത് മീഡിയേറ്റ് ചെയ്തു? അല്ല, എന്ത് മീഡിയേറ്റ് ചെയ്തു എന്നാണ്? പദ്ധതിയിൽ പറയട്ടെ. പ്രമേയം പാസാക്കിയ വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി നിരവധി തവണ പ്രസ്താവന ഇറക്കിയ കാര്യത്തിൽ, കേരളം നിരവധി തവണ പ്രഖ്യാപിച്ച കാര്യത്തിൽ സംഘപരിവാർ അജണ്ട അടിസ്ഥാനമാക്കിയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതാണ് മീഡിയേഷൻ നടത്തിയത്. അല്ല, നിങ്ങൾ തെറ്റാണ് പറയുന്നത്. അതായത് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് പിന്നീട് വന്നൊന്നാണ്. അതിനു മുമ്പ് തന്നെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് കേരളത്തിന് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ സമഗ്ര ശിക്ഷാ ഫണ്ടിൻ്റെ തടഞ്ഞു വെച്ചതിൻ്റെ കാരണം സഭയിൽ ചോദിച്ചു, അതിന്മേലുള്ള ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ അതല്ലേ പറയുന്നത്, ഇതുമായിട്ട് എന്താ ബന്ധം? പിന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് സ്റ്റേറ്റും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് തമ്മിലുള്ളതാണ്. അതിലും തനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് ശ്രീ ബ്രിട്ടാസ് വിശദമായിക്കൊണ്ട് അത് സംബന്ധിച്ചുള്ള വിവാദവും ആശയക്കുഴപ്പങ്ങളും അവസാനിച്ചതുമാണ്. ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകേണ്ടതില്ല, ആ ആശയക്കുഴപ്പങ്ങളിലേക്ക്. ഇവിടെ പ്രസക്തമായി വരുന്നത് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയതിൽ നിന്ന് വിശദീകരണവും മറുപടിയും പറയേണ്ടത് കോൺഗ്രസ് ആണ്, ശ്രീ KC വേണുഗോപാൽ പ്രത്യേകിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് എന്തായിരുന്നു? PM ശ്രീ പദ്ധതിയിൽ നിങ്ങളെല്ലാവരും ഒപ്പിടാതിരുന്നു. PM ശ്രീ പദ്ധതി ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് നിങ്ങൾ ആക്ഷേപിച്ചു. എന്നാൽ ഞങ്ങളെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ ഇന്ന സ്റ്റേറ്റുകൾ ഒപ്പിടുകയും കോടിക്കണക്കിന് രൂപ അവർ സ്വന്തമാക്കുകയും ചെയ്തു. അതിൻ്റെ കണക്കാണ് ഇന്നലെ രേഖാമൂലം അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പറയട്ടെ ഒറ്റ കാര്യം. അതുകൊണ്ട് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വിശദീകരണത്തെ തുടർന്ന് മറുപടി പറയേണ്ടത് CPM അല്ല, മറുപടി പറയേണ്ടത് KC വേണുഗോപാലും കോൺഗ്രസുമാണ്. എന്താണ്? നേരത്തെ മീഡിയേഷൻ ആരംഭിച്ചിട്ടുണ്ട്. SSK ഫണ്ട് നൽകുന്നതിനൊരു ഉപാധിയായി PM ശ്രീ ഒപ്പിടണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ ആ പദ്ധതിയിൽ ഒപ്പിടാൻ ബ്രിട്ടാസ് മീഡിയേഷൻ നടത്തിയെന്നാണ് അങ്ങ് പറയുന്നതാണ് വസ്തുതാപരമായ പിശക്. ദയവായി കേൾക്കൂ.
SSK ഫണ്ട് തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ SSK പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്തും PM ശ്രീ ഇല്ല. അന്ന് എല്ലാ സ്റ്റേറ്റുകൾക്കും ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ PM ശ്രീയിൽ ഒപ്പിടാതെയും NEPയുടെ ഭാഗമാകാതെയും ഒരു കാരണവശാലും ഈ പറയുന്ന SSKയുടെ ഫണ്ട് തടഞ്ഞു വയ്ക്കാൻ തുടങ്ങി. ആ തടഞ്ഞു വെച്ച സന്ദർഭങ്ങളിലാണ് എല്ലാ സ്റ്റേറ്റും അത് ചെയ്തത്. അത് ഒടുവിൽ കേരളം ചെയ്തപ്പോഴാണ് വിവാദമായത്. അത് സംബന്ധിച്ചുള്ള വിവാദം അവസാനിക്കുകയും ചെയ്തു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ മലയാളികൾക്കിടയിലോ ഒരാശയക്കുഴപ്പവും ഇപ്പോൾ ഇല്ല. ഒരാശയക്കുഴപ്പമില്ല. അത് 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 അവസാനം പറയട്ടെ. ഇല്ല, നിങ്ങൾ അതല്ല. അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി ഇപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൽ നിന്ന് പിന്മാറിയല്ലോ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ. അതെ, മരവിപ്പിച്ചല്ലോ. ഇപ്പം മരവിപ്പിച്ച അവസ്ഥയാണല്ലോ. ഇപ്പോഴും മരവിക്കാതെ അത് തുടരുന്നവരല്ലേ അത് സംബന്ധിച്ച് മറുപടി പറയണ്ടേ? പറയട്ടെ, ഒരു മിനിറ്റ്. അല്ല, ഞങ്ങളതിൽ മരവിപ്പിച്ചു അതല്ല നിങ്ങൾ കാണേണ്ടത്. മരവിപ്പിച്ചു കഴിഞ്ഞു എന്ന് താങ്കൾ തന്നെ പറയുന്നൊരു കാര്യം. ആ കാര്യത്തിൽ പിന്നെ എന്ത് കാര്യമാണ് ഞങ്ങളതിന് മറുപടി പറയേണ്ടത്? അങ്ങനെയല്ല നിങ്ങൾ കാണേണ്ടത്. ദേശീയ മീഡിയേഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ല, അങ്ങനെയല്ല. ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതിനെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. പറയട്ടെ. അതെ, ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഒന്ന്. രണ്ട്, കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട്, തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട്, അത് ഇത് മാത്രമല്ല, സിവിൽ സപ്ലൈസിൽ അദ്ദേഹം ഇടപെടാറുണ്ട്, ഞങ്ങൾ ഇടപെടാറുണ്ട്, കൃഷി വകുപ്പിൽ ഇടപെടാറുണ്ട്, ഇൻഡസ്ട്രിയിൽ ഇടപെടാറുണ്ട്, ടൂറിസത്തിൽ ഇടപെടാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ പാലമായി പ്രവർത്തിക്കുക എന്നത് ഭരണഘടനാപരമായ ഒരു രാജ്യസഭാ MP-മാരുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസും ചെയ്യേണ്ടതാണ്. കോൺഗ്രസ് അത് ചെയ്യുന്നില്ല. ഞങ്ങൾ പാലമാകുന്നു, അവർ പാരയാകുന്നു. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ വിശദീകരണത്തിൽ ആർക്കെങ്കിലും പൊള്ളണമെങ്കിൽ പൊള്ളേണ്ടത് കോൺഗ്രസിനാണ്, KC വേണുഗോപാലിനാണ്. വിശദീകരിക്കേണ്ടത് അവരുമാണ്.